സ്കൂബ ടീം ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നേവിയുടെ സ്കൂബ ടീം പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്കൂബ ടീം ഇനിയിപ്പോൾ ആ ഭാഗത്തെ മണ്ണ് എക്സ്കവേറ്റർ മാറ്റുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതലായി അതിനടുത്തേക്ക് എത്താൻ കഴിയും. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് പുഴയിൽ അടിഞ്ഞിരിക്കുന്ന ചെളി നീക്കി കൊടുക്കുകയാണ്. അവിടേക്ക് ആ വാഹനത്തിനടുത്തേക്ക് സ്കൂബ ടീമിന് എത്തുന്നതിനായിട്ടുള്ള സൗകര്യം ആയിരിക്കുകയാണ്. സ്കൂബ ടീം അതിന് ചുറ്റുവരെ എത്തിയിരുന്നു. എന്നാൽ പുഴയിൽ നിറയെ മണ്ണടിഞ്ഞിരിക്കുകയാണ്, ചെളി അടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത് ആ തടസ്സവും നീക്കുകയാണ്. സ്കൂബ ടീം നദിയിൽ അതിന് ചുറ്റും നിൽക്കുകയാണ്. നേരത്തെ ആവർത്തിച്ച് NDRF-ഉം നേവിയും ആർമിയും ഒക്കെ നടത്തിയ പരിശോധനകൾ ട്രക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോറി അർജുൻ്റേത് തന്നെയാണ്. അർജുൻ്റെ ട്രക്ക് കരയിൽ നിന്ന് 20 മീറ്റർ മാറി കിടക്കുന്നു നദിക്കടിയിൽ. നദിയുടെ അടിത്തട്ടിനോട് ചേർന്ന് പുഴയോരത്ത് തന്നെയുണ്ട് ആ ട്രക്ക് കഴിഞ്ഞ 9 ദിവസമായി അവിടെ കിടക്കുകയാണ്. മണ്ണ് തള്ളി ആ ട്രക്കിനെ അവിടെ വരെ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാധ്യമായ എല്ലാ പോയിന്റിലും നമ്മൾ തെരഞ്ഞു. ഒടുവിൽ നദിയുടെ മടിത്തട്ടിൽ കിടക്കുന്നു ആ ട്രക്ക് എന്നുള്ളത് കർണാടക പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരം സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. കോണ്ടാക്ട് 1 എന്ന് നാവികസേനയുടെ സൈഡ് സോണാർ പരിശോധനയിൽ അവർ അടയാളപ്പെടുത്തിയ സൈഡ് സ്കാനിൽ അവർ കണ്ടെത്തിയ പുഴയോരത്ത് കണ്ടെത്തിയ ആ പരിശോധനയിൽ കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 15 മീറ്റർ താഴ്ചയിൽ ആ വാഹനം കിടക്കുകയാണ്. ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കൃത്യമായ ദൂരവും കൃത്യമായ ആഴവും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. 20 മീറ്റർ ദൂരെ മാറി 15 മീറ്റർ താഴ്ചയിൽ മണ്ണിനടിയിൽ ചെളി പുതഞ്ഞു കിടക്കുന്ന രീതിയിൽ ആ ട്രക്ക് കിടക്കുന്നുണ്ട്. ഓരോ ഭാഗത്തെ ചെളി നീക്കുമ്പോൾ ട്രക്കിന്റെ ഭാഗങ്ങൾ വ്യക്തമാകുന്നുണ്ട്. സ്കൂബ ടീം അവിടെ ഇപ്പോൾ നദിയിൽ തുടരുകയാണ്, ഗംഗാവാലി നദിയിൽ. അതിനടിയിലേക്ക് അവർക്ക് പോകണമെങ്കിൽ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ മണ്ണു നീക്കം കുറച്ചുകൂടി നീങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം അവിടെ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനടുത്തേക്ക് പോകുന്നതിനായി അവർ ആ ഒരു ഓർഡർ കാത്തു നിൽക്കുകയാണ്. ആ ഓർഡർ അനുസരിച്ച് വേണം അവർക്ക് അവിടേക്ക് നീങ്ങുന്നതിന്. സ്കൂബ ടീമിന് അവിടേക്ക് നീങ്ങുന്നതിന് അതിന് തൊട്ടു മുൻപ് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. AK അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. AK അഭിലാഷ്, ഇപ്പോൾ നാവികസേനയുടെ ടീം മുഴുവൻ ട്രക്ക് കണ്ടെത്തിയ ഭാഗത്തേക്ക് നാവികസേനയുടെ ടീം മുഴുവൻ എത്തുകയാണ്. സ്കൂബ ടീം അവിടെയുണ്ട്. ഇപ്പോൾ കർണാടക പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ട്രക്ക് പൊക്കിയെടുക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് ഇനി നടക്കേണ്ടത്. AK അഭിലാഷ്, ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു, അർജുന്റെ ട്രക്കാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയുള്ള ആക്ഷൻ പ്ലാൻ എങ്ങനെ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആ ട്രക്ക് പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ നടക്കേണ്ടതുണ്ട്. കാരണം ഈ ട്രക്ക് കൃത്യമായി എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രീയമായുള്ള ഒരു പരിശോധനയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഫിസിക്കലായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നാവികസേനയും അതോടൊപ്പം തന്നെ NDRF-ഉം ഈ മേഖലയിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ്. കാരണം മുങ്ങിയുള്ള ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ പുതഞ്ഞിരിക്കുന്ന മണ്ണ് ഇപ്പോൾ ഇളക്കിക്കളയുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. അതായത് ഈ വാഹനം ഒരു പക്ഷേ ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് ഇളക്കി കഴിഞ്ഞാൽ ആ പുഴയിലൂടെ ഒഴുകി കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മുങ്ങി പരിശോധന നടത്താനും സാധിക്കും. അത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഏതായാലും NDRF-ന്റെ 4 യൂണിറ്റ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും എന്നാണ് കരുതുന്നത്. ആ മേഖലയിൽ പരിശോധന നടത്തണം. അതോടൊപ്പം തന്നെ റഡാർ പരിശോധന അടക്കം ഒരു പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം കൂടി നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും അവിടെ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മഴ ശക്തമായി തുടരുന്നു എന്നുള്ളതും വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ മഴയിൽ പുഴയിൽ കുത്തൊഴുക്കുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാകുമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ സംശയം ഉയരുകയും ചെയ്യുന്നുണ്ട്. സുജയ, ഇപ്പോൾ അവിടെ വിന്യസിച്ചിരിക്കുന്ന സേനാ വിഭാഗങ്ങളുടെ പൊസിഷനിങ് എങ്ങനെയാണ്? ഇപ്പോൾ നേവിയുടെ ടീം, അതായത് ഡീപ് ഡൈവേഴ്സ് അടങ്ങുന്ന സംഘം ആ ഡ്രെഡ്ജിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഭാഗത്താണോ? ഇവിടെ നിന്ന് ദൂരക്കാഴ്ചയിൽ അത്ര വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അഭിലാഷ്, അവിടെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനടുത്താണോ ടീം നിൽക്കുന്നത്? തീർച്ചയായിട്ടും 2 യൂണിറ്റ് ഇപ്പോൾ എക്സ്കവേറ്റർ തൊട്ടടുത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 2 യൂണിറ്റ് ഏതാണ്ട് ഒരു 10 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന കൂടി അവർ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ റഡാർ സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് അത്രത്തോളം വ്യക്തമല്ല. ഏതായാലും ഒരു ഘട്ടം കൂടിയുള്ള പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷമാകും അവിടെ ഒരു മുങ്ങിയുള്ള പരിശോധനയ്ക്ക് അവർക്ക് പോകാൻ കഴിയുക. പ്രത്യേകിച്ച് ഇപ്പോൾ കുത്തൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ബോട്ട്
മുന്നോട്ട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നോട്ട് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ 3 ബോട്ടുകൾ പിന്നോട്ട് ഒഴുകിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഒരു ഘട്ടം കൂടി നടത്തുകയും അതിനുശേഷം ഇവിടെ മുങ്ങൽ വിദഗ്ധരെത്തി ഫിസിക്കലായി തന്നെ ഒരു പരിശോധന നടത്താനുള്ള ഒരു സാധ്യത തെളിയുന്നു. ഏതായാലും അതിനൊപ്പമാണ് ഈ മഴ കടുക്കുന്നു എന്നുള്ളതാണ്. കാറ്റുമുണ്ട്. ഇത് എങ്ങനെയാണ് പ്രതിസന്ധിയാവുമോ, ഇന്നത്തെ രക്ഷാദൗത്യം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക കൂടി ഉയർന്ന നിലയിലാണ് ഇപ്പോൾ കാലാവസ്ഥ മാറ്റം ഇരിക്കുന്നത്. ഏതാണ്ട് 3 മണിക്ക് ശേഷം ശക്തമായ മഴയാണ് ഈ മേഖലയിൽ പെയ്യുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. പുഴയിലെ തെരച്ചിൽ അത് ഇന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള രക്ഷാദൗത്യം അത് ഊർജിതമാക്കുകയാണ്. നേവിയുടെ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രം നിങ്ങൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. നേവിയുടെ സംഘം, ഈ സംഘം ഇനിയിപ്പോൾ ഡീപ്പ് ഡൈവേഴ്സും ആ കൂട്ടത്തിലുണ്ട്. ഡീപ്പ് ഡൈവേഴ്സ് പുഴയിലേക്ക് ഊളിയിട്ടിറങ്ങി ആ ട്രക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമത്തിൽ, ആങ്കറിങ്ങിനുള്ള ശ്രമമാണ് അവിടെ നടത്താനുള്ളത്. അതിനായി മണ്ണൊരുക്കുകയാണ്, ചെളി കോരി മാറ്റുകയാണ്. നേവിയുടെ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴ പെയ്യുന്നത് കാണാം. അതിൽ ഡിവൈസുകൾ അടക്കമുണ്ട്. വീണ്ടും സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവർ അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഭാഗത്ത് നിന്നുള്ള ചെളിയാണ് ഇപ്പോൾ എക്സ്കവേറ്റർ നീക്കുന്നത്. ഇനി ആ കിടക്കുന്ന വാഹനത്തിന്റെ ചെരിഞ്ഞാണോ കിടക്കുന്നത്, നേരെയാണോ കിടക്കുന്നത് എന്ന പൊസിഷനിങ് ആണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാഹനം നേരെ നിൽക്കുകയാണെങ്കിൽ ഉയർത്തൽ എളുപ്പമാകും. ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം.